പരിതാപകരമായി തൃശൂർ കേരളവർമ്മ കോളേജിലെ മെൻസ് ഹോസ്റ്റൽ. കാടുമൂടിയ ഹോസ്റ്റലിൽ ഇഴജന്തുക്കളുടെ ശല്യം രൂക്ഷമാണ്. അധികൃതർക്ക് നിരന്തരം പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല. ഹോസ്റ്റലിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണം എന്ന ആവശ്യവുമായി വിദ്യാർത്ഥികളും രംഗത്തെത്തി. തൃശൂർ കേരളവർമ്മ കോളേജിന്റെ മെൻസ് ഹോസ്റ്റലിൽ 400-ൽ പരം വിദ്യാർത്ഥികൾ താമസിക്കുന്നുണ്ട്. പക്ഷേ ഒരാൾ പൊക്കത്തിൽ കാട് കയറിയ അവസ്ഥയിലാണ് ഇത്. ചോർന്നൊലിക്കുന്ന ചുവരും പൊട്ടിപ്പൊളിഞ്ഞ് വീഴാറായി നിൽക്കുന്ന മേൽക്കൂരയും വിദ്യാർത്ഥികൾക്ക് പേടി സ്വപ്നമാണ്. ഇതിനു പുറമെ ഇഴജന്തുക്കളുടെ ശല്യവും. ഹോസ്റ്റലിലെ ശൗചാലയങ്ങൾ പാമ്പുകളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുന്നു. നിരവധി തവണ കോളേജ് മാനേജ്മെന്റിനും യൂണിയനും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന് വിദ്യാർത്ഥികൾ പരാതിപ്പെടുന്നു. ഇവിടുത്തെ പ്രധാന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ആളിൻ്റെ അത്ര പൊക്കത്തിലാണ് ഇവിടുത്തെ ചെടികൾ വളർന്ന് കാട് പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ ഈ മഴക്കാലം കഴിഞ്ഞാൽ ചോർന്നൊലിക്കുന്ന മേൽക്കൂര, ബലക്ഷയം വന്ന് ഏതാണ്ട് ഒരുപാട് കാലവർഷങ്ങൾക്ക് പഴക്കമുള്ള ഒരു ബിൽഡിംഗ് കൂടിയാണിത്. അപ്പോൾ ചോർന്നൊലിക്കുന്ന ഒരു ബിൽഡിംഗ് കൂടി ആകുമ്പോൾ അതിന് വളരെയധികം ഭയാനകമായൊരു അവസ്ഥയിലൂടെയാണ് കോളേജിലെ കുട്ടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ചുമരിനുള്ള ബലക്ഷയങ്ങളും മറ്റുമായിട്ടുള്ള വിഷയങ്ങൾ, നിരന്തരം പാമ്പുകളെ കാണുന്ന ഒരു സിറ്റുവേഷൻ, അതുമാതിരി തന്നെ ഈ വിഷജന്തുക്കളെ കാണുക. അപ്പോൾ കുട്ടികളെല്ലാം, അപ്പോൾ അവിടുത്തെ കുട്ടികളെ നിരന്തരം ഇപ്പോൾ KC യൂണിറ്റ് നമ്മുടെ നേതൃത്വത്തിൽ നമ്മൾ നിരന്തരം പരാതികൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും യാതൊരു വിധമായ ഒരു അനുകൂലമായ ഒരു നിലപാട് വരെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല. വിദ്യാർത്ഥികൾക്ക് സമാധാനത്തോടെ താമസിക്കാനാവുന്നില്ല. ഭീതിയോടെ കഴിയേണ്ട അവസ്ഥയാണ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്ക്. എത്രയും പെട്ടെന്ന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ജനം, തൃശൂർ.